അങ്ങയുടെ സ്ഥാനത്തെ വേറെ വ്യക്തികൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ നോൻപ് കാലത്ത് മാപ്പ് ചോദിക്കുകയും ദൈവമേ അങ്ങയ്ക്ക് പ്രഥമ സ്ഥാനം നൽകി ജീവിക്കാനുള്ള ഒരു പൊതു ജീവിതത്തിലേക്ക് എന്റെ ജീവിതം പുനർക്രമീകരിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പറഞ്ഞു വരുന്നത് ഈ പ്രയോറിറ്റിയാണ് വിഷയം, മുൻഗണനാ പ്രാധാന്യങ്ങൾ. അതായത് ഇപ്പോൾ ഈ സൗമ്യയുടെ വിഷയം കണ്ടില്ലേ? സൗമ്യക്ക് ആരാ കുറവ്? എല്ലാവരും ഉണ്ട്. ആശ്വാസത്തിനും കുറവില്ല. എന്തെങ്കിലും നമുക്ക് സംഭവിച്ചാൽ ഈ ചുറ്റും നിൽക്കുന്നവർ വെറും കടലാസ പൂലികൾ മാത്രമാകും. പുറത്തേക്കണം അല്ല പറഞ്ഞ ഇപ്പോൾ ആശ്വാസം കൊടുത്തുകൊണ്ടിരുന്ന എല്ലാ ആൾക്കാരും എന്താ സംഭവിച്ചിട്ടുണ്ട്? സമയം എന്താ പറയണത്? എല്ലാവരും ഒരു സമയം കഴിയുമ്പോൾ എല്ലാവരും അത് കണ്ടു നോക്കണം. ആ വിഷയം നിങ്ങൾ പല ആൾക്കാരും ഇത് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് രോഗം വന്ന് കിടക്കുമ്പോൾ അല്ലെങ്കിൽ വയ്യാണ്ടാകുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ആർക്കും നിങ്ങൾ അങ്ങനെ മറ്റുള്ളവർ നമ്മളെ നോക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ശടിക്കുകയും ചെയ്യരുത്. പറ്റത്തില്ല, അവരെക്കൊണ്ട് പറ്റത്തില്ല. അവർ നമ്മളെക്കാൾ ഗതികെട്ട മനുഷ്യരാണ്. ഇപ്പം ആവശ്യമില്ലാത്ത കാര്യം മേക്കെട്ട് കയറാൻ നിൽക്കേണ്ട കാര്യമില്ല. ഒരു സമയം വരുമ്പോൾ അവൾ പറയണത് ശരിയാണ്, ഒരു സമയം കഴിയുമ്പോൾ എല്ലാവരും ഉറക്കും. അതുകൊണ്ട് ബൈബിൾ എന്താ പറയണത്? ആരെല്ലാം ഉറങ്ങിയാലും നിന്നെ ഞാൻ ഉറങ്ങാതെ, അതാണ് ബൈബിൾ. അതല്ലേ ആരെല്ലാം ഉറങ്ങിയാലും എടുത്ത് 121:4 സങ്കീർത്തനം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം. ഹല്ലേലൂയ. 121 സങ്കീർത്തനം 4 തിരുവചനം. 121 സങ്കീർത്തനം 4. ഇസ്രായേലിന്റെ പരിപാലകൻ. അതാ വിഷയം എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല. ഇത് എന്തിന് വെറുതെ വിളിച്ചു പറഞ്ഞത്? നീ മയങ്ങുമ്പോഴും നിന്റെ കൂടെയുള്ളവരെല്ലാവരും മയങ്ങണ സമയത്തും ഞാൻ നിനക്ക് കാവൽ നിൽക്കുമെന്നതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾ പറയും ഇതൊരെല്ലാം ഫിഗറേറ്റീവ് അല്ലേ എന്ന് പറയും. അതായത് അത് ഈ സൗമ്യയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫിഗറേറ്റീവ് ആണോ അർത്ഥവത്താണോ എന്ന്. സൗമ്യ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇവളെപ്പോഴും ഇങ്ങനെ ഇവക്ക് ഉറക്കവും ഇല്ല, ഭ്രാന്തി പിടിച്ചവരും അടയ്ക്കണില്ല. ഇവളെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി മനഃശാസ്ത്രത്തിൻ്റെ അടുത്ത്. ഉറക്കമില്ല, ആളിന് ഉറക്കമില്ലാത്തത് കൊണ്ടാണ്. കൗൺസിലിങ്ങിന് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇവളോട് പറഞ്ഞ് ജീവിതവും മരണവും അത് ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്, അതൊരു റിയാലിറ്റിയാണ്, അത് അക്സെപ്റ്റ് ചെയ്യാതെ പറ്റത്തില്ല. എടാ ഇതിന് നമ്മൾ 700 കൊടുക്കണം വിത്യം പറയണമെങ്കിൽ. കേട്ടോ, കൗൺസിലർ എന്താ പറഞ്ഞു കൊടുക്കണമെന്ന് അറിയാമോ സൗമ്യക്ക്? ജീവിതവും മരണവും അത് ജീവിതത്തിൻ്റെ റിയാലിറ്റികളാണ്, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. 700 രൂപ. അതാണ് അപ്പോൾ ഈ ഒരു സാധനം പറഞ്ഞു തരുന്നതിന് നമുക്ക് 700 കൊടുക്കണം. ഈ മനുഷ്യന്മാരുടെ അവസ്ഥ ഇതാണ്. ദൈവത്തെ എനിക്ക് കൗൺസിലിംഗ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യമുണ്ട് ഞാൻ ഇപ്പോൾ രൂപതകളിലും ഇതൊക്കെ ഭയങ്കരമായിട്ട് കൗൺസിലിംഗ് കോഴ്സൊക്കെ പറഞ്ഞിട്ടില്ലേ. പക്ഷേ ക്രിസ്തുവിനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതൊക്കെ വെറും അഭ്യാസങ്ങളാണ്. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് മൗലികമായിട്ടൊരു ഉത്തരവാദിത്തമേ ഉള്ളൂ. എന്താണ്? മനുഷ്യന്മാരുടെ മുഴുവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ആരെ കൊടുത്തിരിക്കുന്നത്? ക്രിസ്തുവിനെ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ സായിപ്പ് പഠിച്ച് കീറി വരച്ചറിഞ്ഞ സാധനം നമ്മൾ പോയി പഠിച്ചിട്ട് അത് കൊണ്ടുവന്ന് വേദനിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ കെട്ടിച്ചമച്ചിട്ട് സർവ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നോൺസെൻസാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല, അതാണ് പ്രശ്നം. മനുഷ്യാത്മാവും ബുദ്ധിയാത്മാവൊക്കെ പ്രവർത്തിക്കും, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല.
അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാക്കിയെടുക്കുകയാണ് സഭയുടെ ദൗത്യം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നൊരു പശ്ചാത്തലം ഉണ്ടാക്കിയെടുക്കുക. എന്തിനാണത്? ക്രിസ്തുവിനെ കൈമാറാനാണ്. കാര്യം എന്താണ്? ക്രിസ്തുവാണ് ലോകത്തിൻ്റെ പരിഹാരം. ലോകത്തിൻ്റെ പരിഹാരമായിട്ട് ദൈവം മീമാംസകളും മനഃശാസ്ത്രവും ഉണ്ടാക്കിയിട്ടില്ല. ലോകത്തിൻ്റെ പരിഹാരമായിട്ട് ദൈവം ഉണ്ടാക്കി വച്ചിരിക്കുന്നതും നമുക്ക് പറഞ്ഞു തന്നിരിക്കണം ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിനെ കൊടുക്കാൻ അറിയത്തില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അറിയാവുന്ന പല കാര്യങ്ങൾ കൊടുത്തിട്ട് അതാണ് ക്രിസ്തു എന്ന് പറയേണ്ടി വരും. ഇതൊരു ഗതികെട്ട അവസ്ഥയാണ് ശരിക്കും. ഈ ആളിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ജീവിതവും മരണവും അത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ്. അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളെന്ന് പറയും. ഈ തീ കൊണ്ട് ഈ ചേനെ വേഗത്തില്ല. എന്താ ചെയ്യാൻ പറ്റാത്തത്? ഇയാളെ ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഓർക്കുക, വെള്ളമല്ലാത്തതിന് നിങ്ങൾ വെള്ളമെന്ന് വിളിച്ചു, കിണറല്ലാത്തതിന് നിങ്ങൾ പൊട്ടക്കിണർ കുഴിച്ചു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഓരോ മാർഗങ്ങളിലൂടെ പോകുമ്പോൾ ഈ ക്രിസ്തുവിന് പകരം ക്രിസ്തുവിനെ നമുക്ക് കൊടുക്കാൻ പറ്റാത്തതും കാലം ഇപ്പോൾ ഓരോ സിറ്റുവേഷൻസ് ഈ ലോകത്തുണ്ടാകുമ്പോൾ ദൈവപിതാവ് നിർവഹിച്ച ഒരു സൊല്യൂഷൻ എന്താണ്? ക്രിസ്തുവാണ്. ക്രിസ്തുവിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യണത്? ക്രിസ്തുവിനെ റിജക്റ്റ് ചെയ്യണത്. ക്രിസ്തുവിന് പകരം വേറൊരു സംഭവങ്ങൾ നമ്മളവിടെ ചെയ്യുമ്പോൾ ഇതിന് സഭയ്ക്ക് ബാധ്യതയില്ല. ഇപ്പം നമ്മൾ യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ നോക്കുമ്പോൾ സഭ ഒരുതരം മരവിച്ച അവസ്ഥയാണ്. എന്താ കാരണം? ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നു. ഞാൻ എല്ലാ കാലങ്ങളിലും യൂറോപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള ആളാണ്. ഞാനിപ്പോൾ യൂറോപ്യൻ ധ്യാനങ്ങളെല്ലാം നടത്തി ഓരോ രാജ്യങ്ങളിലൊക്കെ വരുമ്പോൾ എനിക്ക് ഓർക്കുകയും നമ്മുടെ സഭ എന്തുമാത്രം ഇന്ന് ക്രിസ്തു വിജ്ഞാനീയത്തിലും ക്രിസ്തു അനുഭവജ്ഞാനത്തിലും എന്തുമാത്രം ടോപ്പാണ് ഈ മലയാളം സഭ. എന്തുമാത്രം ടോപ്പാണ്. ഇതുപോലെയുള്ള ക്രിസ്തുവിനെ മാറ്റിയിട്ട് അവിടെ മനഃശാസ്ത്രവും അവിടെ സാങ്കേതിക ശാസ്ത്രവും ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, എന്നിട്ട് അനോയിൻറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് പോലും ക്രിസ്തുവിനെ കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവർ പോലും മറ്റ് ക്രിസ്തുവിനെ കൊടുക്കുന്നതിന് പകരം അവർ ക്രിസ്തുവിനെ കൊടുക്കാൻ അറിയാൻ പാടില്ലാത്തതെന്ന് ഞാൻ പറയും. ആ ജെറമിയ 2:13 വായിച്ചേ. ജെറമിയ 2:13. ജെറമിയ 2:13. എന്തെന്നാൽ എന്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് വേറൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബൈബിൾ അതിനെ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്യും. എന്താ കാര്യം? അത് വേസ്റ്റ് ഓഫ് ടൈമാണ്. അതാ എൻ്റെ ജനം രണ്ട് തെറ്റ് ചെയ്തു. എന്താ? ഒന്നെന്താണ്? അവോയ്ഡ് ജീസസ്. ജീവൻ്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു മാത്രമല്ല, പിന്നെ എന്ത് ചെയ്ത്? ജലം സൂക്ഷിക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കൃപ സൂക്ഷിക്കാൻ പറ്റാത്ത. അതാ വിഷയം. ജലം സൂക്ഷിക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലമെന്ന ബൈബിൾ എന്താണ്? കൃപയാണ്. കൃപ സൂക്ഷിക്കാൻ പറ്റാത്ത എന്ത് ചെയ്ത്? പൊട്ടക്കിണറുകൾ കുഴിച്ചു. എന്ത് ചെയ്ത്? അതായത് നല്ലൊരു എനർജി നഷ്ടപ്പെട്ടു. ജനം എന്ത് ചെയ്തു? ഇപ്പം ജോബിനോട് തന്നെ ഇതുപോലെയുള്ള ആശ്വാസക്കാരൊക്കെ ജോബിൻ്റെ അടുത്ത് ചെല്ലും. ജോബിൻ്റെ സങ്കടകാലങ്ങളിൽ ഒരാശ്വാസവും ഒരു സാങ്കേതിക ജ്ഞാനവും ഒന്നും ക്രിസ്തുവിന് പകരം വേറെ ഒന്നും പറ്റത്തില്ല. ജോബ് എന്താ പറയണമെന്ന് ജോബിൻ്റെ പുസ്തകത്തിലുണ്ട്. ജോബിൻ്റെ സങ്കടകാലത്ത് ആശ്വാസം കൊണ്ട് ചെന്നവർക്ക് ജോബ് എന്താ ആശ്വാസം, എങ്ങനെയാണ് ജോബിനെ അനുഭവിച്ചതെന്ന് ജോബ് പറയുന്നുണ്ട്. 16 ജോബ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന.
ജോബ് 16:1-2 തിരുവചനങ്ങൾ. ജോബ് 16:1-2 തിരുവചനങ്ങൾ. ജോബ് പറഞ്ഞു, നിങ്ങൾക്ക് ജോബിനെ അറിയാമല്ലോ അല്ലേ? ചെറുക്കറിയത്തില്ല. എന്നുവെച്ചാൽ ജോബെന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ഒരു താപസനായ ഒരു സുവിശേഷം ജീവിക്കുന്ന ഒരാളാണ്. ദൈവദൃഷ്ടിയിൽ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. അപ്പം സാത്താൻ ഒരിക്കൽ ജോബിനെ കണ്ടിട്ട് സ്വർഗത്തിൽ ചെന്നു. അപ്പോൾ ദൈവത്തിന് പോലും ജോബ് അഭിമാനിയായിരുന്നു. ജോബിനെപ്പോലൊരു മനുഷ്യൻ സുവിശേഷവിഹിതമാണ് ജീവിക്കുന്നത് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ഈ അഭിമാനമായതുകൊണ്ട് ജോബിനോട് സാത്താൻ ചോദിച്ചു, അത് ദൈവം ചോദിച്ചു, നീ ഭൂമിയിൽ പോയിരുന്നല്ലേ? എന്നിട്ട് പോയിരുന്നു. അപ്പം എൻ്റെ ദാസനായ ജോബിനെ നീ കണ്ടോയെന്ന് ചോദിച്ചു. കാരണം ദൈവത്തിൻ്റെ ഒരു അഭിമാനമാണവൻ. അപ്പോൾ സാത്താൻ പറഞ്ഞു, ഞാൻ കണ്ടു. നീ അവന് ചുറ്റും വേലി കെട്ടി വെച്ചിരിക്കുകയല്ലേ? അവൻ്റെ സമ്പത്തിന് ചുറ്റും നീ വേലി കെട്ടി വെച്ചിരിക്കണമല്ലേ? അവനൊന്ന് തൊട്ട് നോക്കുക, ആ വേലി ഒന്ന് എടുക്കാൻ എന്നോട് പറ, അവൻ നിന്നെ തള്ളിപ്പറയുമെന്ന് സാത്താൻ ദൈവത്തോട് പറയും. അപ്പോൾ ദൈവം പറയും, ശരി, ഞാൻ അവൻ്റെ സമ്പത്തിൻ്റെ വേലി മാറ്റാൻ വേണ്ടി നിനക്ക് അനുവാദം തന്നെന്ന് പറയും. എന്നാലും അവൻ എന്നെ തള്ളിപ്പറയത്തില്ലെന്ന് ദൈവം പറയും. അപ്പം സാത്താൻ പറയും, വാ നമുക്ക് നോക്കാമെന്ന് പറയും. ദൈവം അനുവാദം കൊടുത്തോടുകൂടി എൻ്റെ അമ്മ ഇവൻ്റെ മക്കളെല്ലാം ഇടിവിട്ട് മരിച്ച്, കന്നുകാലികൾ മരിച്ചു, ഭൃത്യന്മാർ മരിച്ചു, അവന് കുഷ്ഠമായി, രാത്രിയും പോലും ഉറക്കമില്ലാതെയായി. അപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് ജോബ് പോണത്. അപ്പോഴീ ആശ്വാസക്കാർ വരും. അതായത് ഒരു ടൈമിന് ഒരാശ്വാസവും നമ്മളെ ഏക്കത്തില്ല, നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഈ ടൈമെന്ന് പറയുന്നത് ക്രിസ്തുവിനെ നമ്മൾ ആർജിക്കാൻ വേണ്ടിയുള്ള ടൈമാണ്. ആ ടൈമെന്ന് പറഞ്ഞാൽ ക്രൂശിതനായ ക്രിസ്തുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ക്രൂശിതനായ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കാനുള്ള ടൈമാണ്. ക്രൂശിതനായ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ദുഃഖ വെള്ളിയാഴ്ചയും നോൻപ് കാലത്തും മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശകാലങ്ങളിൽ എന്തിനുള്ളതാണ്? ക്രൂശിതനായ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ട് അവൻ്റെ കൂടെ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ്. ആ കാലങ്ങളിലെല്ലാം മറ്റുള്ളവരെ നമ്മൾ ആശ്വസിപ്പിക്കാൻ ചിലപ്പോൾ തിരക്ക് വരും, ചിലപ്പോൾ അറിഞ്ഞില്ലെന്ന് പറയും. അയ്യോ അങ്ങനെ സംഭവിച്ചോ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, ഒന്ന് വിളിക്കാനും പാടില്ല, ഞാൻ പിന്നെ വിളിച്ചാൽ ഇവർ വണ്ടി എടുത്ത് വരും. അതൊക്കെ വെറുതെ പറയണതാണ്. അത് ആവശ്യമില്ലാത്ത പ്രാധാന്യം ആൾക്കാരെ കൊടുക്കുകയും ആവശ്യമില്ലാത്ത അവർ വന്നില്ല, തിരക്കില്ല, അന്വേഷിച്ചില്ല, പറഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മേക്കിട്ട് കയറി ഈ പഴയ മനുഷ്യനില്ലേ അതിനവൻ്റെ ചെയ്തികളോടുകൂടി നിങ്ങൾ ദൂരെ എറിയണം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൊളോസ്യോസ് 3:9-10 തിരുവചനങ്ങൾ. കൊളോസ്യോസ് 3 ഉടമ്പടിയിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഉടമ്പടി നിന്ന് കത്തണമെങ്കിലുള്ള പരിപാടിയാണിത്. എന്താണ് കൊളോസ്യോസ് 3:9? പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. അപ്പൊ സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്ക് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യൻ ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ ധരിക്കാനാണ് പറയണത്. പഴയ മനുഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പഴയ മനുഷ്യൻ? ഇപ്പം ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞത്? ഇപ്പം നിങ്ങളൊരു കിടപ്പിലായിപ്പോയി, നിങ്ങൾ ആരെങ്കിലും തിരക്കാൻ നിങ്ങൾ പോയി അന്വേഷിക്കുകയും ബൈസ്റ്റാൻഡായിട്ട് പോയി അവർക്ക് രോഗം ഉണ്ടായപ്പോൾ ആശുപത്രിയിൽ പോയി നിൽക്കുകയും ചെയ്ത ആളായിരിക്കും നിങ്ങൾ. അവർ വരുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങളിരിക്കണത്. ആരെല്ലാം വന്നാലും നിങ്ങൾക്ക് പ്രശ്നമില്ല. എന്താണ്? അവർ വന്നു പോയി, പക്ഷേ ഈ ആൾ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളെ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. ഈ പണ്ടാരം വരണ ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞായിരിക്കും. അവർ നിങ്ങളെ മിണ്ടത്തുമില്ല, ഭക്ഷണം കഴിക്കത്തില്ല, പിന്നെ അവരുടെ മേക്കിട്ട് കയറി. ഇതാണ് പഴയ മനുഷ്യൻ. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോട് ദൂരെ എറിയുവിൻ. ദൂരെ എറിഞ്ഞിട്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് നവീകരിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുവിൻ. ഇനി ക്രിസ്തുവിനെ നേടാൻ വേണ്ടി എന്ത് ചെയ്യണം? സകലതും കൊപ്പയായി ആ പാട്ട് നിനക്ക് പാടാം.
സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. അപ്പം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി പല കാര്യങ്ങളും പല മനുഷ്യരും പല രീതിയിൽ നമ്മളോട് പെരുമാറിയതും അതുപോലെ തന്നെ നമ്മളെ അപമാനിച്ചതും നമ്മളെ കൊച്ചാക്കിയതും നമ്മളെ അവോയ്ഡ് ചെയ്തതും നമ്മളെ പരിഗണിക്കാതിരുന്നതും ഈ സംഭവങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയണം. അതാണ് ഈ നോൻപ് കാലത്തിൻ്റെ പ്രത്യേകത. എന്തിനു വേണ്ടിയാണ്? ഒന്നിനു വായിച്ചത് ഫിലിപ്പിയർ 3:8. എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. അപ്പൊ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ സകലതും വേസ്റ്റായിട്ട് കരുതണം. വിശുദ്ധിയിലേക്ക് വരണമെങ്കിൽ കുറേ വേസ്റ്റ് എടുത്ത് പുറത്ത് കളയണം. നിങ്ങൾ വീട്ടിലും അങ്ങനെയല്ലേ? വീട് വൃത്തിയാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം വേസ്റ്റ് മാനേജ് ചെയ്യണം. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. വേസ്റ്റ് അതിൻ്റെ ഉറവിടങ്ങളിൽ തന്നെ നശിപ്പിക്കാൻ പറയും. അല്ലാതെ മറ്റുള്ളവരുടെ വീട്ടിൽ കൊണ്ടിടരുതെന്ന്. വേസ്റ്റ് അതിൻ്റെ ഉറവിടങ്ങളിൽ തന്നെ നശിപ്പിക്കാൻ പറയും. ഇതുപോലെ തന്നെയാണ് റൈറ്റ് ഓഫ് ചെയ്ത് കളയണം പല കാര്യങ്ങൾ. വൈരാഗ്യം, വിദ്വേഷം, അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിന് വേദന ഉണ്ടാക്കുന്ന കുറേ നമ്മൾ അവോയ്ഡ് ചെയ്തു, ഒഴിവാക്കി, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ സംഭവം, വെറുപ്പ് വൈരാഗ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സംഭവം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ റൈറ്റ് ഓഫ് ചെയ്യുന്നില്ല, കുപ്പയായി കരുതണമെന്ന്. അപ്പം ഇത് ഇവിടുത്തെ അക്രൈസ്തവ സഹോദരങ്ങൾ ഇതിൻ്റെ അകത്ത് കുറേ അധികം ഇരിപ്പുണ്ട്. ഈ ഞായറാഴ്ചകളിൽ അങ്ങനെ വരും, കുറേ അക്രൈസ്തവ സഹോദരങ്ങൾ വരും. അപ്പം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഉടമ്പടി ചെയ്ത് ജീവിക്കുമ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ഈ വിശുദ്ധിയുടെ ഭാഗങ്ങളെ കൃത്യമായിട്ട് പാലിക്കണം. വൈരാഗ്യം, വിദ്വേഷം, ചതി, മുൻകോപം, കലഹം, ഭിന്നത, ഇങ്ങനെയുള്ള എല്ലാം വേസ്റ്റായിട്ട് കരുതണം. വേസ്റ്റായിട്ട് വെച്ചാൽ ഇനി അത് ആ അക്കൗണ്ട് നമ്മളിനി ഓപ്പൺ ചെയ്യരുത്, ക്ലോസ് ചെയ്തേക്കണം. അത് ക്ലോസ് ചെയ്യണം. അങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ക്രിസ്തുവിൻ്റെ ചൈതന്യത്തെ ആവഹിക്കുകയാണ്. കാര്യം ഉടമ്പടിയാണ് കത്തണം എന്നുണ്ടെങ്കിൽ അത് ക്രിസ്തു ചൈതന്യത്തിലേ കത്തത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ വിഷയം ചെയ്യണത്. ശ്രുതികടെ ഹല്ലേലൂയ. ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അധിക കൃപ നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോട് കൂടെ നാം പീഡ അനുഭവിക്കുന്നു. എന്ന് പറഞ്ഞ ഒരു 1000 പ്രാവശ്യം പറയണം. അപ്പം അഭിഷേകം എന്താ സംഭവിച്ചില്ലേ? ഒന്ന് വായിച്ചേ. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോട് കൂടെ നാം പീഡ അനുഭവിക്കുന്നു. അപ്പൊ പീഡ അനുഭവിക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ നമുക്കുണ്ട്, ഒരു സതീർത്ഥ്യൻ, ഒരു സഹചാരി. ആരാണത്? ദൈവം തന്ന, പിതാവ് തന്നൊരാളേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നിങ്ങളുടെ നാത്തുവിനോ അനിയത്തിയോ ചേട്ടനോ അപ്പനോ അമ്മയോ ആരുമില്ല. നോ ബഡി. അത് ഓർക്കണം. നമ്മൾ പീഡ അനുഭവിക്കുമ്പോൾ ദൈവം നമ്മുടെ ആശ്വാസത്തിന് സിംഗിൾ നെയിം ഇസ് ഗിവൺ, ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കൈയടിക്കട്ടെ. അപ്പം അതായത് നമുക്ക് ആശ്വാസത്തിനും നമുക്ക് കൂട്ടായിട്ടും നമുക്ക് സഹവാസത്തിനും എല്ലാത്തിനും കൂടി
നമ്മുടെ സകല സാഹചര്യങ്ങളിൽ ദൈവം ഒരാളെ തന്നിട്ടുള്ളൂ. അത് നിൻ്റെ ഭർത്താവല്ല, അത് നിൻ്റെ ഭാര്യയല്ല, അതിൻ്റെ മക്കളല്ല, ബന്ധുക്കളല്ല, ആരുമല്ല. ദൈവം തന്നിരിക്കുന്നത് ക്രിസ്തുവിനെയാണ്. യു ഗോട്ട് മീ? എന്നെ മനസ്സിലായത് നിങ്ങൾക്ക്? അത് ഒന്നുകൂടെ വായിച്ചത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോട് കൂടെ നാം പീഡ അനുഭവിക്കുന്നു. പീഡ അനുഭവിക്കുന്നത് ഒറ്റക്കല്ലെന്ന് മനസ്സിലായി. എന്താ കാര്യം? അവനോട് കൂടെയാണെന്ന്. വിശ്വാസിയുടെ ഏറ്റവും വലിയ നേട്ടം അതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ആഴ്ച മുഴുവനും എനിക്ക് കുർബാന പോലും ചെല്ലാവത്തില്ല. എൻ്റെ കുർബാനയെല്ലാം അലസച്ചനാണ് ചൊല്ലി തന്നത്. എന്താ കാര്യം? പെട്ടെന്നൊരു ഛർദി വന്ന നിങ്ങൾ മാതാവിനെ കണ്ടു പോയില്ലേ? ഞാൻ കിടപ്പായി പോയി. ഒരു 2 ലക്ഷത്തോളം മനുഷ്യരെങ്കിലും മാതാവിനെ കണ്ടുപോയി. അന്ന് രാത്രി 12 മണിയായപ്പോഴാണ് തീർന്നത്. 4 വരി തൊട്ട് ഈ പ്രദേശം മുഴുവനും ആൾക്കാരിങ്ങനെ ക്യൂ നിന്ന് അമ്മയും കണ്ടുപോയി. പക്ഷെ പിറ്റേ ദിവസം എനിക്ക് ഛർദിലും എല്ലാ തരത്തിലും അസുഖം ഉണ്ടായി. ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഗ്യാസ് കയറി. എന്താ കാര്യമെന്ന് അറിയാൻ പാടില്ലാത്ത രീതിയിൽ ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് തലപൊങ്ങിയത്. പക്ഷേ എന്നെ പിടിച്ചു നിർത്തണ എന്ത് സംഭവമാണ്? ഈ ശുശ്രൂഷയിൽ എപ്പോഴും നമ്മൾ വിശ്വാസമുള്ളവർക്ക്, പ്രത്യാശയുള്ളവർക്ക് നമ്മൾ സഹിക്കുന്നത് ഒറ്റക്കായിരിക്കത്തില്ലൊരിക്കലും. നമുക്ക് ആരോടും പരാതി ഉണ്ടാകത്തുമില്ല, നമ്മൾ ഒറ്റക്കായിരിക്കത്തുമില്ല. എന്താ കാര്യം? അത് ക്രിസ്തുവിനോട് കൂടെ എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലേ? ക്രിസ്തുവിനോട് കൂടെ. ഒന്നിനു വായിച്ചത് 8:17 റോമ. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോട് കൂടെ നാം പീഡ അനുഭവിക്കുന്നു. പീഡ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാലും ആരുടെ കൂടെ ആയിരിക്കും? അവനോട് കൂടെയായിരിക്കും. അതായത് ഈ നമ്മളൊക്കെ ഇങ്ങനെ ഡിവിഡൻഡ് എടുക്കുമ്പോൾ ഓർക്കുക, അവനോട് കൂടെ ഒരിക്കൽ നമ്മൾ മഹത്വപ്പെടാൻ വേണ്ടി, അപ്പം നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഡിവിഡൻ്റാണ് എടുക്കുന്നത്. അത് ബോധം ഉണ്ടാകണം. നമുക്കതിനെക്കുറിച്ച് നല്ല ബോധം ഉണ്ടാകണം. കാര്യം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ സഹനം, കർത്താവ് രക്ഷയ്ക്ക് വേണ്ടി നേടിയെടുത്തിരിക്കുന്ന കാരണം സഹനം ദൈവം മഹത്വപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ സഹനം കർത്താവിൻ്റെ സഹനത്തോടു കൂടി കൂട്ടിവെക്കുമ്പോഴാണ് നമ്മുടെ സഹനം ക്രിസ്തുവിൻ്റെ സഹനമായിട്ട് കൺവേർട്ട് ആകുന്നത്. അതാണ് നമുക്ക് നിത്യതയ്ക്ക് ക്രിസ്തുവിൻ്റെ കൂടെ മഹത്വം പ്രാപിക്കുന്നതിന് ഉതകുന്നത്. അതുകൊണ്ട് അതിൻ്റെ പോർഷൻസ് ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് വണ്ടിക്ക് തലവെക്കണമെന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ ക്രിസ്തുവിൻ്റെ കൂടെ നേടി കുരിശിനെ കൃപയാക്കാൻ പഠിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? കുരിശ്, അതായത് ഈ ലോകത്തിലുണ്ടാകുന്ന ഒരു സഹനം പോലും നമ്മൾ വേസ്റ്റ് ആകരുത്. അത് ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാണ് നിങ്ങൾ സഹനം എടുക്കണമെങ്കിൽ വേസ്റ്റ് ആകും. ഇപ്പം നിങ്ങളോട് ക്ഷമിക്കാൻ പറഞ്ഞ് കർത്താവ് എന്താ പറഞ്ഞത്? ഒരു കർണത്തടിക്കണവന് മറ്റേ കർണം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അതിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയാണ്. അതാണ് വിഷയം. ക്രിസ്തുവിന് ശക്തി പ്രാപിക്കാൻ വേണ്ടി ക്രിസ്തു പറഞ്ഞിരിക്കുന്ന മാർഗമാണ്. അത് ഈ ക്രിസ്തുവിനെക്കുറിച്ച് ബുദ്ധിയും ബോധം ഇല്ലാത്ത പറഞ്ഞിട്ട് അവനവർക്ക് ഇതൊക്കെ എന്ത് കോമഡിയാണ്. ഒരു കണ്ണത്തടിക്കണ എങ്ങനെ മരണം കാണിച്ചു കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം നിങ്ങൾ ചെവിയും കൊണ്ടില്ലാന്നല്ല എൻ്റെ അർത്ഥം. മറിച്ച് ഒരു സഹന സാഹചര്യവും ഞെരുക്ക സാഹചര്യവും ആരെങ്കിലും ഉണ്ടാക്കിയാൽ അതെല്ലാം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമ്മൾ അത് ഫെസിലിറ്റേറ്റ് ചെയ്യണം, സൗകര്യപ്പെടുത്തണം. ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? മഴവെള്ള ടാങ്ക് ഉണ്ടാക്കും. അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ അതിന് അമ്മമാർക്കൊക്കെ ഓരോ രീതിയുണ്ട് മഴക്കാലങ്ങളിൽ മഴവെള്ളം ടാപ്പ് ചെയ്യാൻ വേണ്ടി. അതുപോലെ ഇതുപോലെ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി പ്രത്യേകിച്ച് കർത്താവ് നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ചൊക്കെ പ്രാർത്ഥിക്കുമല്ല, പാവനാത്മാവ് വാ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കത്തില്ലേ? പക്ഷെ പ്രോസസ്സ് എന്താണ്? പ്രോസസ്സ് എന്ന് പറയണത് നമ്മൾ പാവനാത്മാവെന്ന് പറഞ്ഞ് വിറച്ച് തല്ലി പ്രാർത്ഥിച്ച് അടിച്ചു തല്ലി വീണാലും പരിശുദ്ധാത്മാവിനൊന്നും ഒരു നിർബന്ധമില്ല.
നമ്മൾ വിറച്ച തല്ലി പ്രാർത്ഥിച്ച് അടിച്ച തല്ലി വീണാലും പരിശുദ്ധാത്മ വരണമെന്ന് ഒരു നിർബന്ധമില്ല. അതൊരു കേവല അഭ്യാസങ്ങളാണ്. കാഴ്ചക്ക് കുറച്ച് സർക്കാസ്റ്റിക്കാണെന്നേ ഉള്ളൂ. സഹനത്തിലൂടെ അല്ലാതെ ക്രിസ്തു രക്ഷ നേടിയെടുത്തില്ലെങ്കിൽ ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട നിത്യത വരെയുള്ളതെല്ലാം പരിശുദ്ധാത്മ ദാനങ്ങൾ ഉൾപ്പെടെയുള്ളതെല്ലാം വരണത് നമ്മുടെ സകല സാഹചര്യങ്ങളെ ക്രിസ്തുവിഹിതമായി അർത്ഥവത്തായി നമ്മളെങ്ങനെ സമീപിച്ചു എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ സാക്ഷ്യം. ഈ സാക്ഷ്യത്തിന് നമ്മൾ റെഡിയാക്കുന്നതാണ് നമ്മുടെ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ സത്യമാണ്, കർത്താവ് പറഞ്ഞൊരു വാക്ക് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും. എന്താണെന്നറിയാവോ? മകൻ അപ്പം ചോദിച്ചാൽ പകരം കല്ല് കൊടുക്കുമോ? ചോദിക്കട്ടെ. ഹല്ലേലൂയ. 7:9. മകൻ അപ്പം ചോദിച്ചാൽ പറഞ്ഞ മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. അപ്പം ഇതിൻ്റെ അത് വരുന്നൊരു വിഷയം എന്താ? നിങ്ങൾ ഉടമ്പടി എന്താണ് വെച്ചിരിക്കുന്നത് അത് അതുപോലെ തരുമെന്നല്ലേ? സിമ്പിളല്ലേ? മകൻ അപ്പം ചോദിച്ചാൽ പകരം കല്ല് കൊടുക്കുമോ? ഇപ്പം നിങ്ങൾ ജപ്തി നടപടി മാറാമെന്ന് എഴുതി വെച്ചിരിക്കണം അതിൻ്റെ അകത്ത്. ദൈവം അത് തന്നെ ചെയ്യും, ഒരു സംശയമില്ല കാര്യത്തിൽ. കാര്യം അത് വാഗ്ദാനത്തിലുള്ളതാണ്. ഇനി ഈ വാഗ്ദാനം നിങ്ങൾക്ക് തന്നെ കണ്ടകോടാരി ആവുമെങ്കിൽ മാത്രമേ ദൈവം അത് മാറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾ വസ്തു വിൽക്കണമെന്നാണ് എഴുതി വെച്ചിരിക്കണത് എൻ്റെ അകത്ത്, അല്ലെങ്കിൽ മകൻ്റെ കല്യാണമായിരിക്കും എഴുതി വെച്ചിരിക്കണത്. അത് അതുപോലെ തന്നെ നടക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇനി അത് നിങ്ങൾക്ക് കണ്ടകോടാരി ആകണമെന്നുണ്ടെങ്കിൽ ദൈവസംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ദൈവം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതിനേക്കാൾ നല്ലത് അതാണ് മക്കൾക്ക് നല്ല ദാനങ്ങളെന്നാണ് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ അപ്പോൾ എപ്പോഴും നമ്മൾക്ക് ഉടമ്പടി ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് 150% വിശ്വസിക്കാം. അതെപ്പോഴും ഓർത്തേക്കണം. ഉടമ്പടി നമ്മൾ എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സൗമ്യയെ ദൈവം ഇപ്പം ഇങ്ങനെ സൗമ്യയുടെ ആ സിറ്റുവേഷനൊക്കെ മനസ്സിലായില്ലേ? സൗമ്യയിലേക്ക് ദൈവം ഇനി ഇവളെ തിരിച്ചു കൊണ്ടുവരുന്ന രീതി കൊണ്ട് അത് ഭയങ്കര രസമാണ്. ആദ്യം തന്നെ കൊണ്ടുവന്ന് ഒരു കൃപാസനം പത്രം കൊടുക്കുമ്പോൾ സൗമ്യ പറയും, ഇത് ഞാനുമായിട്ട് അത്ര എനിക്കതൊന്നും താല്പര്യമുള്ള ആളല്ല. എന്താ വെച്ചാൽ ഞാനിങ്ങനെ ഇതിങ്ങനെ കൊടുക്കുകയും അപ്പോൾ ഈ സാക്ഷ്യം അതിലൊക്കെ എനിക്ക് വിശ്വാസമൊന്നുമില്ല ഇങ്ങനെയൊക്കെ പറയും. ആദ്യം ഇങ്ങനെ പറയും. പക്ഷെ ദൈവത്തോട് ഇങ്ങനെ മറുതലിച്ചാലും ദൈവം പക്ഷേ ഇവനെ ഫോളോ ചെയ്യും. അതാണ് രസം. എന്നിട്ട് അവൾ പറയും, എടി നിനക്ക് ഉറക്കമില്ലല്ലോ. അതാണ് ഞാൻ കൂട്ടുകാരത്തെയാണ് പറയണത്. എടി നിനക്ക് ഉറക്കമില്ലല്ലോ, എത്രയോ നാളാണ് നീ ഉറങ്ങിയിട്ട്. അപ്പോൾ ഇത് തമ്മിൽ ഇപ്പം നമ്മുടെ ഒത്തിരി യുക്തിവാദികളൊക്കെ ആൾക്കാർ നമ്മളെ ആക്ഷേപിച്ചില്ലേ, പത്രം തലയൊക്കെ വെച്ചതൊക്കെ. അല്ല, പത്രം അരച്ച് കലക്കിയെന്നൊക്കെ പറഞ്ഞാണ് കളി. അത് നടക്കാത്ത കാര്യമാണ്. നമ്മളിവിടെ ആക്ഷേപിക്കാൻ വേണ്ടി ആരോപിച്ചാണ്. പക്ഷെ ആക്ഷേപിക്കാൻ വേണ്ടി ആരോപിച്ചൊന്നും ജനമൊന്നും ഏറ്റെടുത്തിട്ടില്ല. ജനം ഏറ്റെടുത്തെങ്കിൽ റാലിക്ക് 5 ലക്ഷവും മാതാവിൻ്റെ പ്രത്യക്ഷപ്പെട്ട ദിവസം 2 ലക്ഷം വരുക. അതാണ് വിഷയം. ഇപ്പം ജനങ്ങളെ നയിക്കണത് എന്താ? ആശയങ്ങളെക്കാൾ ഉപരി അനുഭവങ്ങളാണ് നയിക്കണത്. കൃപാസന മാതാവ് അവർക്കെന്താണെന്നുള്ളതാണ്. അവർക്കെന്താണ്? ഇപ്പം നോക്കിയേ, സൗമ്യയുടെ കാര്യം തന്നെ നോക്കിയേ. സൗമ്യ എങ്കിലും മനസ്സിലോടെ പത്രം വാങ്ങിക്കും. പത്രം വാങ്ങിച്ചിട്ട് രാത്രി ആകുമ്പോൾ ഇവക്ക് ഉറക്കമില്ല. കൊച്ചിൻ്റെ കാര്യം ഓർത്തിട്ട് ആദ്യം കൊണ്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇവക്ക് വേറൊരു മാർഗ്ഗമില്ല. ഇവൾ പത്രം പിടിച്ചിട്ട് പറയും, അമ്മേ ഞാൻ ഉറങ്ങണമെങ്കിൽ ഇന്ന് എന്നെ ഉറക്കണമെന്ന് പറയും. ഞാൻ ഉറങ്ങിയിട്ട് 6 മാസമായി. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവൾ ഉറങ്ങി. അതാ ഇവൾ പറഞ്ഞു, അതാണ് എൻ്റെ ആദ്യ ദൈവാനുഭവം എന്ന്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉറങ്ങി. എത്രയോ മാസങ്ങളായിട്ട് വേദന കൊണ്ട് തിളച്ച് മറിയുന്ന ഹൃദയമാണ്. അപ്പം നിങ്ങൾ ഈ പത്രം കൊടുക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ കൊടുക്കുന്നത് കർത്താവിൻ്റെ മാതാവിൻ്റെ കയ്യിൽ ആ വേദനപ്പെട്ടവരെ നിങ്ങൾ പിടിപ്പിക്കുകയും പ്രേക്ഷിത പ്രവർത്തനം പോലെ, അതായത് സുവിശേഷ വേല പോലെ ലോകത്തൊന്നുമില്ല ശരിക്കും പറഞ്ഞു. ശ്രദ്ധിച്ച മക്കളെ, ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, താഴെത്തട്ടില് നിന്റെ കൈയും കാലുമായി പ്രവർത്തിക്കുവാൻ യേശുവേ, ഞങ്ങളെ ഈ ആരാധനയിലൂടെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. ലോകത്തിന്റെ അതിർത്തികളിലേക്ക് അയക്കണമേ. സുവിശേഷ സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. അത് എന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അപ്പം ഈ കടമയാണ് നമ്മൾ ചെയ്യണത്. അപ്പം എപ്പോഴും ഓർത്തേക്കണം, മറ്റു മനുഷ്യരെ അവരുടെ വേദനകളിലെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും നമുക്ക് കടമയുണ്ടെങ്കിൽ ഒരു മനുഷ്യനുള്ള ഏറ്റവും വലിയ കടമ എന്താണ്? ക്രിസ്തുവിനെ കൈമാറാനുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ. ഇപ്പം ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുക, അതുപോലെ തന്നെ നമുക്കങ്ങനെ ഒരു പ്രോജക്റ്റുണ്ട്. നമുക്ക് 3 സ്ഥലത്ത് സ്ഥലം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങൾ നമുക്ക് തന്നതാണ്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ വീട് വെച്ച് കൊടുക്കും ആൾക്കാർക്ക്. നമ്മൾ അതിനുവേണ്ടി ആ സ്ഥലം ഒന്ന് തരാൻ മാറ്റാൻ വേണ്ടിയുള്ള പ്രോസസ്സിങ്ങാണ്. പക്ഷേ എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ളത്, ഒരു മനുഷ്യന് നമുക്ക് വീട് വെച്ച് കൊടുക്കുക, അത് റോട്ടറി ക്ലബ്ബുകാർക്ക് നടക്കും, ലയൺസ് ക്ലബ്ബുകാർക്ക് നടക്കും, ലോകത്തിൽ എല്ലാവർക്കും നടക്കുന്ന കാര്യങ്ങളാണത്. പക്ഷെ ക്രിസ്തുവിനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തു നമ്മുടേക്ക് വേണം. കാശ് നമുക്കുണ്ടാകും, പക്ഷെ ക്രിസ്തു ഉണ്ടാകണത് അതിനേക്കാൾ വലിയ കാര്യമാണ്. കാര്യം ക്രിസ്തു തീരുമാനിക്കണത്. കാശുണ്ടാക്കണമെങ്കിൽ നമ്മൾ അധ്വാനിച്ചാലും നല്ലവണ്ണം ബിസിനസ് ചെയ്യാലും കാശുണ്ടാകും. ക്രിസ്തു നമുക്കുണ്ടാകണമെങ്കിൽ ക്രിസ്തു തീരുമാനിക്കണം. ക്രിസ്തു തീരുമാനിക്കുക എന്താണ്? നമ്മൾക്ക് ക്രിസ്തുവിനെ കൂടെ നിർത്താൻ പറ്റുന്ന ആളാണ് നമ്മളെന്നുള്ളത് ക്രിസ്തുവിനും തോന്നണം. എന്നാൽ മാത്രമേ കൈമാറ്റം നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവിനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കൊടുത്തതിന് തുല്യമാകും. എന്താ കാര്യം? അവൻ ക്രിസ്തു ഏത് കാലാവസ്ഥയിലും, അതായത് സകല വാഗ്ദാനങ്ങളുമല്ലേ, സകല വാഗ്ദാനങ്ങളും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. യേശുവേ ആരാധന. 2 കൊരിന്തോസ് 1:20 ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അപ്പൊ ക്രിസ്തുവിനെ കൊടുക്കുന്നതിന്റെ പ്രഥമ പടിയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും? ക്രിസ്തു അനുഭവത്തിൻ്റെ സാക്ഷ്യങ്ങൾ കൊടുക്കും. ക്രിസ്തു ഈ ഒരു മാസം മുഴുവനും, കഴിഞ്ഞ മാസം മുഴുവനും ക്രിസ്തുവിനെ അനുഭവിച്ച ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ ഈ മാസം നമ്മൾ കൊടുക്കും. ആർക്ക് കൊടുക്കും? സൗമ്യയെപ്പോലുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് കൊടുക്കും. ആര് കൊടുക്കും? ക്രിസ്തുവിനെ കൊടുക്കാൻ ദൈവം നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അതാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് പ്രേക്ഷിതരായിട്ട് കേരളത്തിൻ്റെ ലോകത്തിൽ എവിടെ ചെന്നാലും കൃപാസനത്തിൻ്റെ ഏതെങ്കിലും പത്രം കൊണ്ട് ആൾക്കാർ നിൽക്കണ കാണാം. വെയിലത്തായാലും ശരി, ആശുപത്രിയിലായാലും ശരി, അത് പൊതിച്ചോറായാലും ശരി, ഭക്ഷണമായാലും ശരി, പണമായാലും ശരി, ആൾക്കാർ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലാത്തവരുമായിട്ട്. എന്തൊരു വലിയ സുവിശേഷ വേലയാണ് ഉടമ്പടിയിലൂടെ ലോകം മുഴുവൻ നടന്നിരിക്കുന്നത്. എന്തുമാത്രം പരിപാടിയാണ്. പക്ഷേ അതിൽ ഏറ്റവും ടോപ്പ് ഏതാണ്? നമ്മുടെ കടമയെന്ന് പറയുന്നത് എന്താണ്? അതിലാണ് നമ്മുടെ കടമയാണെങ്കിലും ഏറ്റവും ടോപ്പ് എന്താണ്? ക്രിസ്തുവിനെ കൈമാറുന്നത് തന്നെയാണ്. ക്രിസ്തുവിനെ കൈമാറുന്നത് എങ്ങനെയാണ്? ആ വേദനിക്കുന്നവന് വേദനയുടെ അതേ തോതിൽ തന്നെ. കുറച്ച് കഴിയുമ്പോൾ എങ്ങനെ അറിയാവോ? അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ പത്രമൊക്കെ അവർക്ക് മനസ്സിലായി. അവളെ കൃപാസനത്തിലേക്ക് വരുമ്പോൾ ഇവളെ കൂട്ടുകാരത്തി രണ്ടാമൊരു കാര്യം അവൾ പറയും, എടി ഞാനൊരു സ്വപ്നം കണ്ട്. അത് വേറൊരു കൂട്ടുകാരത്തിയാണ്. അതെന്ന് വെച്ചാൽ നിൻ്റെ ചാരി എന്ന് പറഞ്ഞാൽ നിൻ്റെ കുഞ്ഞില്ലേ, മരിച്ചുപോയ കുഞ്ഞ്, അത് മാതാവിൻ്റെ അടുത്ത് ഇരിക്കണം ഞാൻ കണ്ടെന്ന് പറയും. അതായത് നിങ്ങളോടത് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. പക്ഷേ അവൾ
മാസങ്ങളായിട്ട് മരിച്ചുപോയ കുഞ്ഞെക്കുറിച്ചുള്ള വേദന മുഴുവനും ഒരു സെക്കൻഡ് കൊണ്ട് മാതാവുകളുടെ ഹൃദയത്തിന് വൈപ്പ് ഔട്ട് ചെയ്ത് കളയും. എന്ന് പറഞ്ഞ് അതോടുകൂടി എനിക്ക് ആശ്വാസമായി. ഏതാണ്? എൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല, എൻ്റെ കുഞ്ഞ് മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന്. അതൊരു മിഥ്യാധാരണയല്ല, അത് ആന്തരികമായ അഭിഷേകത്തിൽ അവർക്ക് കിട്ടിയ ആന്തരിക ബോധ്യമാണ്. ദൈവത്തിലെ നിൻ്റെ ഏത് ആഴപ്പെട്ട വേദനയായാലും ദൈവത്തിന് ഒരു സെക്കൻഡ് മതി അതെടുത്ത് മാറ്റിക്കൊണ്ട് കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എൻ്റെ വേദനയും എൻ്റെ ഭാരവും ഇതുപോലെ ഒരു കാലത്ത് ഒരു സമയം അങ്ങെടുത്ത് മാറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവശേഷിക്കുന്ന ഈ കാലത്ത് നിന്നെ കൈമാറി ജീവിക്കുവാൻ, അതൊരു കടമയായി സ്വീകരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ